1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ അതിൽ എത്ര രൂപയാണ് ടാക്സ് എന്നറിയാമോ? 100 ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നു 100 Q&Aയിലൂടെ. ഞാൻ ഷമീർ ബഷീർ, പ്രാക്ടീസിംഗ് ടാക്സ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് അഡ്വൈസർ. കേരളത്തിലെ ആവറേജ് പെട്രോൾ പ്രൈസ് 107 രൂപയാണ്. അതിൽ 61 രൂപ മാത്രമാണ് പെട്രോളിയം കമ്പനിക്കും അതുപോലെ പെട്രോൾ പമ്പ് ഡീലർഷിപ്പ് കമ്മീഷനായി പോകുന്നത്. ബാലൻസ് 46 രൂപയും സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന ടാക്സ് ആണ്. അതായത് ആക്ച്വൽ പ്രൈസിന്റെ 75% വരും. 19 രൂപ 90 പൈസ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് ചാർജ് ചെയ്യുന്നു. ഇത് 2014 9 രൂപ 48 പൈസയായിരുന്നു. 24 രൂപ 93 പൈസയാണ് സ്റ്റേറ്റ് വാറ്റായി ചാർജ് ചെയ്യപ്പെടുന്നത്. സ്റ്റേറ്റ് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡീലർ പ്രൈസിനോടൊപ്പം സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയോട് ആഡ് ചെയ്യും. അതിന്റെ 30.08% ആണ്. ഇവിടെ ടാക്സിന്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടെ വരുന്നുണ്ട്. അഡീഷണൽ സെയിൽസ് ടാക്സ് ആയി 1 രൂപയും സോഷ്യൽ സെക്യൂരിറ്റി സെസ് ആയി 2 രൂപയും കേരള ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ 19 രൂപ 90 പൈസ സെൻട്രൽ ഗവൺമെന്റും 28 രൂപയോളം സ്റ്റേറ്റ് ഗവൺമെന്റും 1 ലിറ്റർ പെട്രോൾ വാങ്ങുമ്പോൾ ചാർജ് ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി ഫിക്സഡ് പ്രൈസ് ആണ്. പക്ഷെ സ്റ്റേറ്റ് വാറ്റ് എന്ന് പറയുന്നത് പെർസെന്റേജ് ബേസിസിലാണ്. അതായത് ഡീലർ പ്രൈസ് ഇൻക്രീസ് ആകുമ്പോഴേക്കും സ്റ്റേറ്റിന്റെ ടാക്സ് എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും, സ്റ്റേറ്റ് റവന്യൂവും കൂടും. നിലവിൽ പെട്രോളിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ഓയിൽ കമ്പനീസ് ആണ്. പെട്രോൾ GST പരിധിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത്രത്തോളം ടാക്സ് കളക്ട് ചെയ്യാൻ ഗവൺമെന്റിന് കഴിയില്ല. സ്വാഭാവികമായിട്ടും പെട്രോളിന്റെ പ്രൈസ് കുറയാനാണ് സാധ്യത. കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി പേജ് ഒന്ന് ഫോളോ ചെയ്യുക.